ഇപ്പോൾ കോട്ടയം കൈപ്പുഴമുട്ടിൽ കാർ പുഴയിലേക്ക് മറിഞ്ഞ് രണ്ടുപേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മഹാരാഷ്ട്ര സ്വദേശികളാണ് മരിച്ചിരിക്കുന്നത്. PR പ്രവീണ, ഇവരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? 8:45 അപകടം സംഭവിച്ചത്. അപകടം സംഭവിച്ച് 9:30 ശേഷമാണ് വാഹനം കരയിലേക്ക് കയറ്റാൻ കഴിഞ്ഞത്. വാഹനത്തിന്റെ ഗ്ലാസ് ഡോറുകൾ പൂർണ്ണമായും ഉയർന്ന നിലയിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനത്തിന് എത്തുന്നതിന് മുൻപ് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാനും ഒന്നും കഴിഞ്ഞിരുന്നില്ല. ചെളിനിറഞ്ഞ അവസ്ഥയിലായിരുന്നു വാഹനം കരയിലേക്ക് എടുത്തത്. ഈ 2 പേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സ്ത്രീയുടെ പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സൈലി രാജേന്ദ്ര ചർജി, മഹാരാഷ്ട്ര സ്വദേശിയാണ്. ഇവരും ഭർത്താവുമാണെന്നാണ് കരുതുന്നത്. ഇവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഒരാണും ഒരു പെണ്ണും. ഇതിൽ പുരുഷനാണ് വാഹനം ഓടിച്ചിരുന്നത്. സ്വാഭാവികമായും എറണാകുളത്ത് നിന്ന് എടുത്ത റെന്റേ കാർ ആണ് എന്നാണ് പറയുന്നത്. വഴി അറിയാതെ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നത് അനുസരിച്ച് അത് പാലത്തിൽ കയറുന്നതിന് പകരം തോട്ടിലേക്ക് വീഴുകയായിരുന്നു. ഇത്രയും സമയം, ഏതാണ്ട് 1/2 മണിക്കൂറിലേറെ സമയം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. നാട്ടുകാരും ഫയർഫോഴ്സും അടക്കം വന്ന് വാഹനം കണ്ടെത്തി അത് കരയിലേക്ക് എത്തിക്കുന്നതിന്റെ സമയം അത്രയും എടുത്തിട്ടുണ്ട്. ഈ സമയം അത്രയും വെള്ളത്തിൽ കിടക്കും ചെളി വെള്ളം കൂടിയായിരുന്നു. ഇതിൽ കിടന്ന് ശ്വാസം മുട്ടിയാണ് മരണം എന്നുള്ളതാണ് ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഈ വാഹനം കരയിലേക്ക് എടുത്ത ശേഷം ഇരുവരെയും ആംബുലൻസിൽ അപ്പോൾ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. വാഹനത്തിന്റെ പുറകുവശത്തെ ചില്ല് ഡോർ തട്ടി പൊളിച്ചാണ് ഇരുവരെയും പുറത്തെത്തിച്ചത്. അതിനുശേഷം 2 പേരെയും അപ്പോൾ തന്നെ അവിടുന്ന് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഉപയോഗിച്ച് വന്നപ്പോൾ വഴി തെറ്റിയതാണ് എന്ന് തന്നെയാണോ സ്ഥിരീകരിക്കേണ്ടത്? പോലീസ് ഉൾപ്പെടെ നൽകുന്ന വിവരങ്ങൾ എന്താണ്? അങ്ങനെയാണ് പോലീസും നാട്ടുകാരും നൽകുന്ന വിവരം. കാരണം ബഹളം കേട്ടാണ് നാട്ടുകാരടക്കമുള്ളവർ പെട്ടെന്ന് ആ ഭാഗത്തേക്ക് എത്തുന്നത്. കാരണം ആ സാധാരണഗതിയിൽ വന്നു കഴിഞ്ഞാൽ പാലത്തിൽ കയറി പോകേണ്ടതാണ്. സ്ഥിരമായി പോകുന്നവരോ അല്ലെങ്കിൽ ആ വഴി ഒരിക്കലെങ്കിലും യാത്ര ചെയ്തിട്ടുള്ളവരോ ആണെങ്കിൽ അത് തിരിച്ചറിയേണ്ടതാണ്. അത് അറിയാതെ പോയതാകാം, ഒരു പക്ഷേ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് പോയതാകാം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇവരുടെ കാർ ഒന്നടങ്കം വെള്ളത്തിൽ മുങ്ങിയതുകൊണ്ട് തന്നെ മൊബൈൽ അടക്കമുള്ളവ കണ്ടെത്തേണ്ടതുണ്ട്. അത് വാഹനത്തിനുള്ളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ബാക്കി ശാസ്ത്രീയ പരിശോധനകൾ നടത്തേണ്ടതുണ്ട്. പക്ഷെ പ്രാഥമിക വിവരം അനുസരിച്ച് ഇവർ ഗൂഗിൾ മാപ്പ് ഇട്ട് വന്നതാകാം എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. അതനുസരിച്ചുള്ള നടപടികളാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഇവരുടെ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആധാർ കാർഡിൽ ഈ സ്ത്രീയുടെ മൊബൈൽ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതനുസരിച്ച് അവരുടെ വീട്ടുകാരെ, അവരുടെ ബന്ധുക്കളെയും ഒക്കെ ബന്ധപ്പെടാനുള്ള ശ്രമം പോലീസ് അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും തുടങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഇരുവരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പ്രവീണ, 2 പേർ മാത്രമാണ് കാറിൽ ഉണ്ടായിരുന്നത് എന്ന് സ്ഥിരീകരിക്കാമല്ലോ അല്ലേ? കാരണം രാത്രിയാണ് കാർ പുഴയിലേക്ക് വീണത്. മറ്റെന്തെങ്കിലും ഇക്കാര്യങ്ങളിൽ ലഭ്യമാകുന്ന വിവരം എന്താണ്? ഇവരെ രക്ഷപ്പെടുത്തുമ്പോൾ ഇവർക്ക് ബോധമുണ്ടായിരുന്നു? എന്തെങ്കിലും കാര്യങ്ങൾ പങ്കുവച്ചതായി നാട്ടുകാർ പറയുന്നുണ്ടോ? വിനീത, കാറിന്റെ 4 ഡോറുകളും പൂർണ്ണമായും അടച്ച രീതിയിൽ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഗ്ലാസ് ചില്ലുകളും പൂർണ്ണമായും മുകളിലേക്ക് ഇട്ട രീതിയിലായിരുന്നു. അപ്പോൾ പുറത്തേക്ക് ഒരാൾ പോലും ഇറങ്ങാനുള്ള സാധ്യത കാണുന്നില്ല. മാത്രമല്ല കരയിലേക്ക് എടുത്ത ശേഷം വാഹനത്തിന്റെ പുറകുവശത്തെ ഗ്ലാസ് ചില്ല് തകർത്താണ് ഇവരെ പുറത്തെടുത്തത്. അപ്പോൾ 2 പേർ മാത്രമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അബോധാവസ്ഥയിലായിരുന്നു. കാരണം കുറെ അധികം ചെളിയും വെള്ളവും വാഹനത്തിനുള്ളിൽ കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അരമണിക്കൂറിലേറെ 8:45 സംഭവിച്ച അപകടം 9:30 ഈ വാഹനം കരയിലേക്ക് കയറ്റാൻ സാധിക്കുന്നത് തന്നെ. അപ്പോൾ സ്വാഭാവികമായും അരമണിക്കൂറിലേറെ സമയം ശ്വാസം കിട്ടാതെ, ഓക്സിജൻ കിട്ടാതെ ഒക്കെ കിടന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബോധക്ഷയത്തിലാണ് എന്ന് കരുതി ആദ്യഘട്ട ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിലവിലെ വിവരം അനുസരിച്ചും പരിശോധനകൾ പൂർത്തിയാക്കിയതനുസരിച്ചും മറ്റാരും തന്നെ വാഹനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ എന്നാണ് വിചാരിക്കുന്നത്. മാത്രവുമല്ല ഈ റെന്റേ കാർ എടുത്തിരിക്കുന്ന സ്ഥാപനത്തെ കൂടി ഇപ്പോൾ പോലീസ് റെന്റേ കാർ ആണെന്നാണ് വിശ്വാസം. ഒരു ഗോൾഡൻ കളർ വാഹനമാണ്. അപ്പോൾ അതിന്റെ അധികൃതരെ കൂടി, അതിന്റെ ഉടമസ്ഥരെ കൂടി കണ്ടെത്താനുള്ള ശ്രമം പോലീസ് തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിൽ വിനോദസഞ്ചാരത്തിനോ മറ്റോ ഇവിടേക്ക് എത്തിയതാണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവീണ, തീർച്ചയായും ഈ പരിചയക്കുറവ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ വഴി മനസ്സിലാകാത്തത് തന്നെയായിരിക്കാം അപകടത്തിലേക്ക് വഴിവെച്ചത്. ഈ പാലത്തിലേക്ക് കയറുന്ന ഭാഗമാണ്. അവിടെ ഈ കൈവരികളോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിശ തെറ്റുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു അവിടെ. ഈ കൈപ്പുഴമുട്ടിൽ എന്ന് പറയുന്നത് കുറച്ച് ഏത് ഭാഗത്താണ് വരുന്നത്? നഗരപ്രദേശമാണോ അതോ ഉൾപ്രദേശങ്ങളാണോ? ഈ പാലത്തിലേക്ക് കയറുന്നതിന് പകരം പുഴയിലേക്ക് വഴി മാറിപ്പോയതായിരിക്കാം. പുഴ ശ്രദ്ധയിൽപ്പെട്ട് കാണില്ല. സൈൻ ബോർഡുകളൊന്നും ഉണ്ടായി കാണുകയുമില്ല അല്ലേ? അതായത് ഒന്ന് രാത്രി ഇരുട്ടായിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം കുറച്ച് ഇരുട്ടുള്ള പ്രദേശമാണ്.
വൈക്കം കുമരകം റോഡിലാണ്. അതായത് കുറച്ച് സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലേക്ക് പോകണം. വൈക്കം കുമരകം റോഡാണ് ഈ കൈപ്പുഴമുട്ടെന്ന് പറയുന്നത്. അവിടെ വെളിച്ചക്കുറവ് ഉണ്ടായിരുന്നു. സ്ഥിരമായി പോകുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഈ സ്ഥലം കൃത്യമായി അറിയാമായിരിക്കണം. അപ്പോൾ സ്വാഭാവികമായും അവിടെ താഴെ തോടാണെന്നും മുകളിൽ പാലമുണ്ടെന്നും ഒക്കെ അറിയാൻ കഴിയും. നമുക്കറിയാം, ഗൂഗിൾ മാപ്പിൽ പലപ്പോഴും ചിലപ്പോഴെങ്കിലും നമുക്ക് തെറ്റുകൾ പറ്റാറുണ്ട്. പകൽ വെളിച്ചത്തിലാണെങ്കിൽ അത് തിരിച്ചറിയാൻ കഴിയും. ഇതിനു മുൻപും കോട്ടയത്ത് ഇതേപോലുള്ള അപകടം, അതും ഈ പറയുന്ന പോലെ തന്നെ മറ്റ് സംസ്ഥാനത്ത് നിന്ന് വന്ന 3 വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഇത് സംഭവിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. കൃത്യമായ വഴി അറിയാതെ രാത്രിയിൽ വെളിച്ചക്കുറവുള്ള ഭാഗത്തേക്ക് വന്നപ്പോൾ സംഭവിച്ചതാകാം എന്നുള്ളതാണ് ഇപ്പോൾ നിഗമനം. കോട്ടയം കൈപ്പുഴമുട്ടിലാണ് കാർ പുഴയിലേക്ക് മറിഞ്ഞ് 2 പേർ മരിച്ചത്. മഹാരാഷ്ട്ര സ്വദേശികൾക്കാണ് ഇപ്പോൾ ജീവൻ നഷ്ടമായിരിക്കുന്നത്. കുമരകം ഭാഗത്തു നിന്ന് വന്ന കാർ നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് വീഴുകയായിരുന്നു.